ഇത്രകാലം മൂക്കിട്ട് ഇക്ഷ ഇണ്ണ വരച്ചു നടന്ന കോട്ടയം ക്രൈംബ്രാഞ്ചിന് ഒരു പിടിവള്ളി ഇതാ വീണ് കിട്ടിയിരിക്കുന്നു. പിടിവള്ളി എന്ന് പറഞ്ഞാൽ ശക്തമായ ഒരു എവിഡൻസ്. ഏത് കേസിലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ചേർത്തല തിരോധാന കേസുകളിൽ, ചേർത്തല കൂട്ട കൊലപാതക കേസുകളിൽ ഒരു നിർണായക തെളിവ് വീണ് കിട്ടിയിരിക്കുകയാണ് കോട്ടയം ക്രൈംബ്രാഞ്ചിന്. സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് ആകെ അഭിമാനിക്കാം. ഇതുവരെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന പ്രതി, ക്രിമിനൽ ബുദ്ധിയുള്ള പ്രതി പറയുന്നതനുസരിച്ച് കുരങ്ങു തുള്ളി നടന്ന ക്രൈംബ്രാഞ്ചിന് ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നു. അത് എന്താണെന്നല്ലേ? അത് മറ്റൊന്നുമല്ല, ഇതേ സെബാസ്റ്റ്യന്റെ വീടിന്റെ പുറകിലത്തെ മുറിയിൽ കണ്ട ചോരപ്പാട് അത് ഫോറൻസിക് ലാബിൽ പരിശോധിച്ചു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചപ്പോൾ അത് 2024 ഡിസംബർ 23 ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ വീട്ടമ്മയായ ജൈനമ്മയുടേതാണെന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നു. അത് നിർണായക തെളിവാണ്. മറ്റൊന്ന്, ജൈനമ്മയുടെ രക്തക്കറ എങ്ങനെ സെബാസ്റ്റ്യന്റെ വീടിന്റെ പുറകിലത്തെ മുറിയിലെത്തി? അതൊരു കണക്ഷൻ പോയിന്റ് വേണം. ആ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്ന തെളിവുകൾ ഇനിയും വേണം. അത് സെബാസ്റ്റ്യനെ ചോദിക്കേണ്ട മുറയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പോലീസ് മുറയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന ഒരു തർക്കവുമില്ല. മറ്റൊന്ന്, ഈ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങളിൽ കുറെ ഭാഗം ഈ സെബാസ്റ്റ്യൻ മനോജ് എന്ന സഹായിയെ ഉപയോഗിച്ച് വിറ്റിട്ടുണ്ട്, കുറെ പണയം വച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും പോലീസിന് സ്ഥിരീകരണം ലഭിച്ചു. ഇങ്ങനെ രണ്ട് സ്ഥിരീകരണങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ജൈനമ്മ തിരോധാന കേസിൽ സെബാസ്റ്റ്യന് മുഖ്യ പങ്കുണ്ട് എന്ന സ്ഥിരീകരണം. ഇനി ജൈനമ്മ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ച ഇടത്ത് കുഴിച്ചു നോക്കിയപ്പോൾ ഒരു ശരീരാവശിഷ്ടം കണ്ടെത്തി. കത്തിക്കരിഞ്ഞ നിലയിൽ, ക്ലിപ്പിട്ട പല്ല്, ഒരു തുടയെല്ലിന്റെ ഭാഗം, കുറച്ച് കത്തിക്കരിഞ്ഞ മറ്റവശിഷ്ടങ്ങൾ. ഇത് പരിശോധിച്ചതിൽ നിന്ന് പ്രാഥമിക നിഗമനത്തിൽ 6 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ച ഒരു സ്ത്രീയുടേതാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ ജൈനമ്മയുടെ സഹോദരന്റെയും ബന്ധുക്കളുടെയും ഒക്കെ DNA സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് കൂടി വരുമ്പോഴേ ഇത് കൊല്ലപ്പെട്ടത് ജൈനമ്മയാണോ, ഈ ശരീരഭാഗം ജൈനമ്മയുടേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. ആ DNA ഫലത്തിൽ കൂടി ഇതുപോലെ നിർണായകമായ തെളിവ് ലഭിക്കുകയാണെങ്കിൽ സെബാസ്റ്റ്യനെ ജൈനമ്മ കൊലക്കേസിൽ ധൈര്യമായി പോലീസിന് പ്രതിയാക്കുക മാത്രമല്ല, അയാളെ അതിനകത്ത് 1-ാം പ്രതിയാക്കി തന്നെ കുറ്റപത്രവും കോടതിയിൽ സമർപ്പിക്കാനാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബിന്ദു പത്മനാഭൻ എവിടെ, ഐഷ എവിടെ? ഈ ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും കാര്യത്തിൽ ഇതുവരെ ഒരു തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല. അതാണ് ഏറ്റവും നിർണായകമായ സത്യം. ജൈനമ്മ കൊലക്കേസിൽ അല്ലെങ്കിൽ ജൈനമ്മയുടെ തിരോധാന കേസിൽ 2 സുപ്രധാന തെളിവുകൾ, സ്ഥിരീകരിക്കപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെ ഭാഗമായി അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളുടെ ഭാഗമായി CCTV ക്യാമറ ദൃശ്യങ്ങൾ ലഭിച്ചു. അതൊക്കെ അനുകൂലമായിരിക്കുമ്പോഴും ഇവിടെ ബിന്ദു പത്മനാഭന്റെ തിരോധാനം 2013 ബിന്ദു പത്മനാഭന്റെ വസ്തുക്കൾ വ്യാജരേഖകൾ ചമച്ച് 1,36,00,000 രൂപയ്ക്ക് സെബാസ്റ്റ്യൻ വിറ്റിരിക്കുന്നു. അതുപോലെ 2003 ബിന്ദുവിന്റെ സ്ഥലം വിൽക്കുമ്പോഴും സെബാസ്റ്റ്യന്റെ മധ്യസ്ഥത അവിടെയുണ്ട്, ഇടനില അവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ബിന്ദു പത്മനാഭനും സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടായിരുന്നു, പരിചയമുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടോ? സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിക്കുന്ന കുളത്തിലും കിണറ്റിലും സെപ്റ്റിക് ടാങ്കിലും അടുക്കളയിലുമൊക്കെ പരിശോധന നടത്തിയ പോലീസിന് ഇതുവരെ അത്തരത്തിലൊരു തെളിവ് ലഭിച്ചിട്ടില്ല. കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ വാച്ച്, അതുപോലെ ലേഡീസ് ബാഗ്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാരി, ഷോള്, ഇതൊക്കെ കണ്ടുകിട്ടിയെങ്കിലും ഇതൊക്കെ ആരുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേസന്വേഷണം തുടരുകയാണ്. 12-ാം തീയതി വരെ, അതായത് കഴിഞ്ഞ ദിവസം വരെയും സെബാസ്റ്റ്യൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് യാതൊരു വിവരവും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുമില്ല. ക്രൈംബ്രാഞ്ച് ആകെ ഇയാൾ ചൂണ്ടിക്കാട്ടി അവിടെ ഒരു കിണറുണ്ടോ എന്ന് ചോദിച്ചു. കിണറുണ്ടെന്ന് മൂടിക്കിടക്കുകയാണ്. അത് പരിശോധിച്ചു, റഡാർ ഉപയോഗിച്ച് പരിശോധിച്ചു. പക്ഷേ തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം മാത്രമാണ് സെബാസ്റ്റ്യനെതിരെ വിരൽ ചൂണ്ടുന്ന ഏക തെളിവ്. ഇതിനകത്ത് വെച്ച് സെബാസ്റ്റ്യനെ പൂട്ടാൻ കഴിയും. അതുമാത്രമല്ല, സെബാസ്റ്റ്യന് വേണ്ടി കോടതിയിൽ ഹാജരാകാൻ അഭിഭാഷകരാരും ഉണ്ടായിരുന്നില്ല. അത് പോലീസിന് നിർണായകമാണ്. കാരണം അഭിഭാഷകരുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെങ്കിൽ ഇതിനു മുന്നേ തന്നെ സെബാസ്റ്റ്യന് കോടതി ജാമ്യം അനുവദിച്ചേനെ. കാരണം തെളിവുകളൊന്നുമില്ല. ഒരാളെ എത്ര കാലം ഇങ്ങനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കും, എത്ര കാലം ഇങ്ങനെ ജയിലിൽ പാർപ്പിക്കും എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് നല്ലൊരു അഭിഭാഷകനുണ്ടെങ്കിൽ സെബാസ്റ്റ്യൻ ഇതിനു മുന്നേ തന്നെ ജാമ്യം ലഭിച്ചേനെ. അതുകൊണ്ട് കോടതി ഇടപെട്ട് ഇയാൾക്ക് ഒരു നിയമസഹായം നൽകണം, ഒരു അഭിഭാഷകനെ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടപടികളും പുരോഗമിക്കുകയാണ്. ഏതായാലും ചേർത്തല സ്ത്രീകളുടെ തിരോധാന കേസിൽ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇതൊരു നിർണായക തെളിവാണ്. ഈ തെളിവിൻ്റെ
തെളിവ് പിടിച്ച് മുന്നോട്ട് പോയാൽ സെബാസ്റ്റ്യൻ കുടുങ്ങുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ സെബാസ്റ്റ്യൻ പറയുന്നത് പോലെ അവിടെ കുഴിക്കട ഇവിടെ കുഴിക്കട, ഉടനെ പോയി അവിടെ കുഴിക്കാനും ഇവിടെ കുഴിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ച് ഇരുട്ടിൽ തപ്പും ഇനിയും.